my hand, okay? Okay. And these criminals will be creating nasty stories. I am somewhere else. Here I am, okay? Not anywhere else. Not anywhere else, okay? Not anywhere else. Not anywhere else. This is my house. സഹദേവ മന്ദിരം ഒലയട്ടിയമ്പലം പി ഒ മാവേലിക്കര ഭരണിക്ക വില്ലേജ് പള്ളിക്കൽ നടുവിലെ മുറി വാർഡ് നമ്പർ 1. Okay, now I will show the SNDP building here. There is no need for me to go anywhere, okay? Anywhere. See, this is the you can see the flag, yellow flag. So here I am, not anywhere else. And this Preeta S. Panikkar is a very, what you know, like a very nasty bastard. Actually, she is a very nasty bastard. She will do anything for money. And she only said about some dattu nirthu. I don't know what it is actually. Like something like slavery still persists actually, you know. Still persists. This slavery in different form actually. And for money, these criminals will do anything. Now the time is 9:51. Today is 13th Jan. Okay, here I am. I was in kitchen with my mother. VK Ratnama, not anywhere else. And this criminals will create much nasty stories that I am somewhere else, this and that. Not at all, okay. I am here inside my house. ഇങ്ങനെ പല പല കഥകൾ ഇവിടുമാരുണ്ടാക്കും. ഇവിടെ നിന്നാൽ മതി. പിന്നെ നമ്മളിന്ന് രാവിലെ കറണ്ട് പോയപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരുത്തൻ നമ്മുടെ ഫോൺ നമ്പർ ചോദിച്ചു ഇങ്ങോട്ട് അവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചതവൻ. ആരാണെന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ ഫോൺ നമ്പറെല്ലാം സേവ് ചെയ്ത് ഞാൻ ഫേസ്ബുക്കിലിടും. ഏതവനാണ് വിളിച്ചതെന്നൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. ഇവന്മാർ ആരെ കൊണ്ടാണ് വിളിപ്പിക്കുന്നത്, എന്തുദ്ദേശത്തിലാണ് വിളിപ്പിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. ഇങ്ങനെ കുറേ എവിടെ ഇവന്മാർക്ക് ആളുകളാണ് ഇങ്ങനെ വിളിപ്പിക്കാനും ഇവന്മാർക്ക് നാളെ വിളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല സത്യത്തിൽ. നമ്മളിൽ കറണ്ട് ഇല്ലെങ്കിൽ KSEBിയുടെ ലാൻഡ് ലൈൻ നമ്പറിലാണ് വിളിക്കുന്നത്. കണ്ടവന്മാരെ ഒന്നും വിളിക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ പറയും ഇങ്ങനെ ദിവസവും കറണ്ട് പോകുന്നതുകൊണ്ടാണ് വിളിച്ച് പറയുന്നത്. ദിവസവും ഇങ്ങനെ 4, 5, 6 രാവിലെ എണീക്കുമ്പം മുതൽ അങ്ങ് കറണ്ട് പോക്കാം. അപ്പം അതൊക്കെ ഒന്ന് അറിയണ്ടായോ എന്താ വേണമെന്നുള്ളത്. അപ്പം ഇതിനൊക്കെ തെളിവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എത്ര പ്രാവശ്യം പോകുമെന്നുള്ളതും. അതുപോലെ നമ്മുടെ കോടതി എന്ന് പറയുന്ന മജിസ്ട്രേറ്റൊക്കെ പൊട്ടനും അല്ലല്ലോ ഇട്ടിരിക്കുന്ന മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും ഒന്നുമേ. എത്ര പ്രാവശ്യം അങ്ങ് പോകുമെന്നുള്ളത്. നമ്മളും കോടതിയിൽ ഇരുന്നിട്ടുണ്ട്. അവിടെ ഒന്നും കറണ്ടൊന്നും പോകാറേ ഇല്ലായിരുന്നു. അവിടെ ഒന്നും കറണ്ട് പോയിട്ടേ ഇല്ല ഇന്ന് വരെ. മനസ്സിലായില്ലേ? അപ്പം ഫീഡർ ചേഞ്ച്, മറ്റേ ചേഞ്ച്, മറിച്ചേ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 550 പ്രാവശ്യം ഒരു ദിവസം കറണ്ട് പോകുമെന്ന് നമുക്കൊന്നും അറിയണ്ടായോ? ഇതൊക്കെ 2000 അഡ്വാൻസ് ഇയേഴ്സ് അങ്ങോട്ട് പോകുന്തോറും നമ്മൾ അഡ്വാൻസായി വരികയാണെന്നാണ് വെപ്പ്. പക്ഷേ എന്താണ് ഇങ്ങനെ കറണ്ട് പോക്കൊക്കെ കൂടിയാണ് വരുന്നത്. നമുക്കൊന്നും അറിയണ്ടേ അതൊക്കെ എന്താണതൊക്കെ എന്നൊക്കെ ഉള്ളതൊന്നും അറിയണമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ വിളിച്ച് ചോദിക്കുന്നത് എപ്പോഴും. ഇങ്ങനെ രാവിലെ തൊട്ടങ്ങ് കറണ്ട് പോക്കാം. അവിടെ നമ്മൾ വിളിച്ച് ചോദിക്കും. അപ്പം ഈ പ്രീത എസ് പണിക്കറിനെ കുറിച്ച് ഞാൻ ഇന്നലെ മുതലേ പറഞ്ഞു. ഇവളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ. വലിയ കള്ളിയാണ് ഇവള് എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുക. പ്രീത എസ് പണിക്കർ ഭർത്താവിനെയൊക്കെ കൊന്നേച്ചിങ്ങനെ നല്ല പിള്ള ചമഞ്ഞ് ഭയങ്കര ജോളിയുടെ കൂട്ട് അങ്ങ് നടപ്പാ. ജോളി അറിയാമല്ലോ. എത്രയോ 7 പേരെ കൊന്നിട്ട് നാട്ടുകാരൊക്കെ വിചാരിച്ചത് ഭയങ്കര ടാഗും ഒക്കെ തൂക്കി ഇവൾ പോകുന്നത് കാണുമ്പോൾ NIIT. അപ്പോൾ അവിടെ ആൾക്കാരുണ്ടായിരുന്നു ഇവൾക്ക്. അതുകൊണ്ടാണ് അവളവിടെയൊക്കെ കയറി നടക്കുന്നത്. ഇതുപോലെ ഇവളുമാർക്കും ഇലക്ട്രിസിറ്റി ബോർഡ് സർവ്വ സ്ഥലത്തും ഇവളുമാർക്ക് ആളുണ്ട്. അതാണ് ഇവളുമാരൊക്കെ കയറി പോകുന്നത്. പക്ഷെ നമുക്ക് അവിടെ ചെന്നാൽ നമുക്ക് കയറി പോകാൻ പറ്റില്ല. ഇവളുമാർക്കൊക്കെ നല്ല എവിടെയും കയറി പോകുന്ന ഇവളുമാർ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഈ ക്രിമിനൽസിനെ. ഇവളുമാർക്ക് നല്ല നെറ്റ്വർക്കാണ്. ഭയങ്കര നെറ്റ്വർക്കാണ് ഇവന്മാർക്കും. പിന്നെ ഇവളുടെ ഭർത്താവിനെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് ഇവളിങ്ങനെ അഹല്യയിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം ഇവളുടെ വീട്ടിൽ ഞാൻ ഈ അഹല്യയിൽ പോയപ്പോൾ കുറേ പേര് ഇവളെ ഇങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള കുറേ ആണുങ്ങൾ ഇവളെ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു ഡൗട്ട്. എന്താണ് ഇവളെ ഇങ്ങനെ നോക്കുന്നതെന്നുള്ളത്. ഇവളെ ഇങ്ങനെ നോക്കുകയാണ് അവർ. അപ്പോൾ എന്തൊക്കെയോ അറിയാമായിരിക്കും എന്തൊക്കെയോ കള്ളിയാണെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ നോക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ സ്ഥലം വിട്ടിപ്പം തൃശ്ശൂർ എത്തിയിട്ടുണ്ട് ആൾ. ഇങ്ങനെ ഓടി നടക്കുകയാണ്. തൃശ്ശൂർ ഇപ്പം എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇവളെക്കുറിച്ച് തിരക്കി നോക്കാം. ഇവൾക്ക് ഡിഗ്രി എന്തുവാ, ഇവളെന്തോ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ. ഇവൾ ആദ്യം അഹല്യയിലായിരുന്നു. ഇവൾ പറയുന്ന വലിയ MPharm ആണ്, PhD ആണ്. അതുപോലെ PhDക്ക് പോകുമ്പോൾ നമ്മളെ കൊണ്ടാണ് ടൈപ്പ് ചെയ്യിപ്പിക്കുന്നത്. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുമായിരുന്നു. നമ്മളെ കൊണ്ടിരിക്കുക ടൈപ്പ് ചെയ്യിപ്പിക്കുക PhDക്ക്. അപ്പോൾ ഇതൊക്കെ വെറും കള്ളമാണ്. എന്തൊക്കെയോ വലിയ കള്ളിയാണ് ഇവളെന്തൊക്കെയോ ഇതിനു വേണ്ടി അവിടെ ഇവിടെയൊക്കെ നടക്കുക ജോലി ഇങ്ങനെ. അതുപോലെ പല രീതിയിലെ കള്ളത്തരങ്ങളാണ് ഇവളുമാരുടെ കയ്യിലുള്ളത്. അത് രാജമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിരുന്നല്ലേ ഞാൻ ഇട്ടിവെള്ള് എങ്ങനെയാണ് വരുന്നതെന്ന്. 550 സാധനങ്ങളുണ്ട് ഇവർക്ക്. 550 കെട്ടും കിരീവ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവളുടെ ഇതൊന്നും പരിശോധിക്കരുത്.
ഇവളുടെ പരിശോധിച്ചാൽ എന്തുവാ നമുക്ക് പലയിടത്ത് ഈ സ്ലോ ആക്ടിങ് പോയിസൺ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ താത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവളിങ്ങനെ പല രീതിയിലുള്ള കെട്ടും പൊതിയുമായിട്ട് നടക്കുന്നത്. അപ്പം നമ്മൾ ഏത് കെട്ടിനകത്ത് ഇവളെ തപ്പും? ഇവളന്നേരം മാറ്റിയും വെക്കും, ഓരോ കെട്ടിനകത്തൊന്ന് മാറ്റി മാറ്റി. ഒരു ബക്കറ്റ് കൊണ്ടായിരുന്നു ഇവളെപ്പോഴും നടക്കുന്നത്. അപ്പം ഞാനിവിടെയാണ് ഇപ്പം സഹദേവ മന്ദിരം, ഓലകെട്ടിയമ്പലം പി ഒ, മാവേലിക്കര. ഇതിൻ്റെ പ്രോപ്പർട്ടി ഇതെന്ന് പറയുന്നത് 7/28, 7/32 ആൻഡ് 7/33. ഈ 3 പ്രോപ്പർട്ടിയാണ് ഇവിടെ ഈ സ്ഥലത്ത് തന്നെ ഉള്ളത്. ജസ്റ്റ് ഇവിടെ തന്നെ ഉള്ളത്. എൻ്റെ ഈ വീടിൻ്റെ പുറകിലാണ് 10 7 17 സെൻറ്റ്, ഇത് 9 സെൻറ്റ്. എനിക്ക് ഇവിടെ നിന്ന് എങ്ങും പോകേണ്ട കാര്യമില്ല, കണ്ടവൻ്റെ ഒന്നും കൂടെ എങ്ങും പോകേണ്ട കാര്യമേ ഇല്ല, ഒരവൻ്റെയും കൂടെ പോകേണ്ട കാര്യമില്ല. അങ്ങനെ പോകാൻ ഇരിക്കുന്നുമില്ല നമ്മൾ, മനസ്സിലായില്ലയോ? എനിക്കൊരു പാർട്ട്ണറുണ്ട്, അവൻ്റെ പേരാണ് മുകേഷ് കുമാർ. അദ്ദേഹം വരും, അല്ലാതെ കണ്ടവനെ ഒന്നും പിടിക്കാൻ നടക്കുകയല്ല നമ്മൾ. ഇത് നിങ്ങളെപ്പോഴും കാണുന്ന വീട് തന്നെ, മനസ്സിലായില്ലേ? പല കഥകളും നമ്മളെക്കുറിച്ച് ഉണ്ടാക്കും, പല കഥകളും ഇവിടുമാരുണ്ടാക്കും. അങ്ങനെ കഥകളൊന്നും ഇല്ല. നമ്മുടെ ഇവിടെ നിന്ന് അവർ ജോലി ചെയ്തത്, അല്ലാതെ കണ്ടടമൊന്നും നിരക്കുന്നില്ല. 3 ക്യാമറ ഇതാ. എങ്ങും കണ്ടവനെ ഒന്നും പിടിക്കാൻ പോകേണ്ട കാര്യമില്ല, കണ്ടവനെ ഒന്നും പിടിക്കാൻ പോകുന്നുമില്ല. ഇതുമാതിരി ഒത്തിരി കഥകൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നടക്കുക. ഇതാണ് ഹോൾ ക്യാമറ. ഇവിടെ നിന്നാലും ഇങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് പിന്നെ 3rd ക്യാമറ, മനസ്സിലായല്ലോ. ഇവിടെ VK രത്നമ്മയും ഞാനുമാണ് ഉള്ളത്. സമയം എന്ന് പറയുന്നത് 9:56.